അഗ്നിപരീക്ഷ ജഡ്ജായിട്ടിരിക്കാൻ ഈ ജഡ്ജസിന് യോഗ്യതയുണ്ടോ എന്ന് അവർക്ക് ആദ്യം ഒരു അഗ്നിപരീക്ഷ നടത്തിയിട്ട് സെലക്ട് ചെയ്യണമായിരുന്നു. പല വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജഡ്ജസ് ഒക്കെ ഏത് ലോകത്താണ് ഇരിക്കുന്നത്, എന്തെങ്കിലും വെള്ളം അടിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്ന് ഞാൻ പല വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ടാസ്ക് ലെറ്റർ പോലും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാണ്ട് അവിടുന്ന് ജഡ്ജസ് ആയിട്ടിരുന്ന് അവിടെ ഇരുന്ന് മത്സരാർത്ഥികളെ മെന്റലി ഡൗൺ ആക്കുകയും ചെയ്യുന്ന ഈ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഹായ് ഗേസ്, ഇന്നലെ അഗ്നിപരീക്ഷ സീസൺ 13 കണ്ടിരുന്നു. ഇന്നലെ അതിൽ 2 ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ 12 മത്സരാർത്ഥികളെ വിളിച്ചിട്ട് വിശ്വാസമുള്ള ആൾക്ക് ഒരു ബാഡ്ജ് കൊടുക്കുക, വിശ്വാസമില്ലാത്തവർക്ക് ഒരു ബാഡ്ജ് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു ഫസ്റ്റ് ടാസ്കിനകത്ത് പല ആൾക്കാരും അവരെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റോസാപ്പ് കൊടുക്കുന്നുണ്ട്, അതുപോലെ വിശ്വാസമില്ലാത്തവർക്ക് കത്തി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ളവരെ തിരഞ്ഞെടുക്കുക, അവിശ്വാസമുള്ളവരെ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ചാൽ നിറക്കണി. ഇത് രണ്ടും റിലേറ്റഡ് ആണെന്ന് അതിൽ ആങ്കർ തന്നെ പറയുന്നുണ്ട്. അവരെ കണ്ണു മൂടിയിട്ട് അതിന്റെ ബാക്കിൽ അവർക്ക് ഒരു കളറിന്റെ ഒരു റൗണ്ട് വെക്കും. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കളർ ചോദിച്ചു വെച്ചാൽ തെറ്റായിട്ടുള്ള കളർ പറഞ്ഞ് ഔട്ട് ആക്കിക്കുക എന്നുള്ളതാണ് ആ ഒരു ഗെയിമിന്റെ ഉദ്ദേശം. അതിൽ 12 പേര് ടാസ്ക് കളിച്ച് അവസാനം വന്ന 2 പേരാണ് ഷിജിലാലും ഷാമോനും ആണ് വന്നത്. ഈ ഷിജിലാലും ഷാമോനും ഫസ്റ്റ് ഗെയിമിന്റെ മാനദണ്ഡത്തിലാണ് അവർ ഈ ഒരു ഗെയിം കളിച്ച് ഫൈനൽ വരെ എത്തിയിരിക്കുന്നത്. കാരണം വിശ്വാസമുള്ള ആളോട് ചോദിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് വന്നു. അപ്പോഴത്തേന് എന്റെ പൊന്നോ, ഈ ജഡ്ജസ് എല്ലാം കൂടെ ഇവർക്ക് നേരെ ഫൈറ്റ് ചെയ്യാണ്. ഇവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കുന്നതിന് കൈ പൊക്കുമ്പോൾ നിർത്തടാ, നിക്ക് എന്നൊക്കെ പറയും. എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്? എന്റെ ഒരു കാഴ്ചപ്പാട് ഷിജിലാലും ഷാമോനും വിചാരിച്ചിട്ടുണ്ടാവുക ഫസ്റ്റ് ടാസ്കിന് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും സെക്കൻഡ് ടാസ്ക്. വിശ്വാസം ഉള്ളത് എന്ന് പറഞ്ഞ ആള് നമ്മളെ ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ട് ഫൈനൽ വരെ എത്തി. അപ്പൊ അവർ വെച്ചിട്ട് ഡബിൾ സ്റ്റാൻഡ് കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം വിശ്വാസം ഇല്ലാത്തതിന്റെ പേരിൽ ഇവർ തെറ്റായി പറഞ്ഞു കൊടുത്താൽ ഡബിൾ സ്റ്റാൻഡ് കളിച്ചെന്ന് പറഞ്ഞ് ഗെയിം വേറെ രീതിയിലേക്ക് പോകണ്ട. അവർ ആ ഫസ്റ്റ് ടാസ്കിനെ റിലേറ്റഡ് ചെയ്ത് ഇവരെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾ രണ്ടും ഡബിൾ സ്റ്റാൻഡ് കളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ കൈകൊട്ടി ആഘോഷിക്കുന്നതാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ അവിടെ വെച്ച് അഖിൽമാരും രഞ്ജിനി ഹരിദാസും പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ചെവിയിലെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അതിന്റെ ബേസിലായിരിക്കാം. ജഡ്ജസ് ഒക്കെ അവിടെ വെള്ളം അടിച്ചിട്ടാണോ അല്ലെങ്കിൽ ടാസ്ക് ലെറ്റർ കറക്റ്റ് ആയിട്ട് വായിക്കാതാണല്ലോ ആ ജഡ്ജ്മെന്റ് ഇരിക്കുന്നത് പറഞ്ഞതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ബുദ്ധിപൂർവം തീരുമാനമെടുക്കുക. ഇത്തരത്തിൽ നിശ്ചിത റൗണ്ടുകൾ പൂർത്തിയാക്കുമ്പോൾ അവസാനമായി അവശേഷിക്കുന്ന മത്സരാർത്ഥികളാകും ഇന്നത്തെ ടാസ്കിലെ വിജയി. ഈ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വരുന്ന മത്സരാർത്ഥികൾ ആയിരിക്കും വിന്നർ ആവുക. മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരാളും മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ജഡ്ജസ് എന്തുകൊണ്ട് ഷാമോനെയും ഷിജിലാലിനെയും നറുക്കിട്ട് ഒരാളെ തിരഞ്ഞെടുത്തില്ല? ഇതിനു മുമ്പും ആ നറുക്കിട്ടാണല്ലോ ആൾക്കാരെ ഔട്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതും നറുക്കെടുപ്പിലൂടെ ഒരാളെ വിജയെ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല. എനിക്കും ജഡ്ജസും അഗ്നിപരീക്ഷയുടെ ക്രൂ മെമ്പേഴ്സും വിചാരിച്ച 2 പേരായിരിക്കില്ല ഈ നിറക്കണി എന്ന് പറയുന്നതിന്റെ ഫൈനലിൽ എത്തിയത്. അതുകൊണ്ടായിരിക്കും അവർക്ക് ചെവിയിലെ ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് അപേക്ഷകൾ ക്ഷണിച്ച് അതിൽ നിന്നും സോർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ 12 പേരെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. എന്തുകൊണ്ട് യോഗ്യത ഉണ്ടായിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ 12 പേര് നിൽക്കുന്നത്? റോഡിൽ കിടക്കുന്ന ചാവാലിപ്പട്ടിയെക്കാട്ടിലും കഷ്ടത്തിലാണല്ലോ നിങ്ങൾ അവരെ ആട്ടുന്നത്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഏഷ്യാനെറ്റിന്റെ നിലവാരം കൂടി ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ നിലവാരം കുറഞ്ഞ ഇങ്ങനത്തെ ജഡ്ജസിനെ കൊണ്ടുവരാതിരിക്കുക.